ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിൽക്കാതെ തന്നെ ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓൺലൈനിൽ കൂടെ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഹോസ്പിറ്റലിൽ പോയി നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ ഒരുപാട് ടൈം ചില ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. എന്നാൽ ഇപ്പോൾ ഓൺലൈനായി തന്നെ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് വീട്ടിലിരുന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ പോയി ബുക്ക് മൈ OP എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് ഗെറ്റ് OTP എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത നമ്പറിലേക്ക് ഒരു OTP നമ്പർ റിസീവ് ആകും. നെക്സ്റ്റ് ഈ കാണുന്ന പെർമിഷൻ അലോ ചെയ്യുക. ഇപ്പോൾ റിസീവായ OTP നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക്കലി എൻ്റർ ആകും. അടുത്തതായി നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റാണ് എടുക്കേണ്ടത്, ആ ഹോസ്പിറ്റലിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഹോസ്പിറ്റൽസ്, ക്ലിനിക് എന്ന രണ്ട് ഓപ്ഷൻസ് കാണാം. ഹോസ്പിറ്റൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹോസ്പിറ്റൽ നെയിംസ് ഡീറ്റെയിൽ കാണാൻ സാധിക്കുന്നു. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്താൽ ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഇതിന്ന് സെലക്ട് ചെയ്ത് ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. ഇതിനായി ഒരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തു. നമുക്കിതിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റാണ് എടുക്കേണ്ടത്, ആ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിൻ്റെ നെയിം ലിസ്റ്റ് കാണാൻ സാധിക്കും. നമുക്ക് ഈ കാണുന്ന ഡോക്ടേഴ്സിൽ ആരുടെ അപ്പോയിൻമെൻറ്റാണ് എടുക്കേണ്ടത്, ആ ഡോക്ടറിൻ്റെ നെയിമിന് നേരെയായി കാണുന്ന ബുക്ക് നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യണം. ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി നമ്മൾ അപ്പോയിൻമെൻറ്റ് ടോക്കൺ സെലക്ട് ചെയ്യണം. നമ്മുടെ ടൈം അനുസരിച്ചുള്ള ടോക്കൺ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി ചോദിക്കുന്നത് ബുക്കിംഗ് ഫോർ മൈസെൽഫ് ഓർ അതേഴ്സ്. നമുക്കാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതെങ്കിൽ മൈസെൽഫ് സെലക്ട് ചെയ്യാം. നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനാണ് എടുക്കുന്നതെങ്കിൽ അതേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്തതായി ന്യൂ പേഷ്യൻറ്റ്, എക്സിസ്റ്റിംഗ് പേഷ്യൻറ്റ്. ഈ ഹോസ്പിറ്റലിൽ നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് പേഷ്യൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. അല്ല, ന്യൂ പേഷ്യൻ്റ് ആണെങ്കിൽ ന്യൂ പേഷ്യൻ്റ് സെലക്ട് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് താഴെ കാണുന്ന സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. നമുക്കിവിടെ എന്തെങ്കിലും സ്കീംസ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഡിസ്കൗണ്ട് എടുക്കാവുന്നതാണ്. UPI മെത്തേഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് മെത്തേഡോ യൂസ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് പ്രോസസ്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് പ്രോസസ്സ് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നമ്മുടെ അപ്പോയിൻമെൻറ്റും രജിസ്റ്റർ ആകും. ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് നമുക്ക് ഓൺലൈനിൽ കൂടെ എങ്ങനെ എടുക്കാൻ സാധിക്കും, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്